ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചു നോക്കിക്കേ. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പേര് അതിൽ നിന്നും പിന്മാറാനൊക്കെ ഒരുപാട് ശ്രമിക്കും, അല്ലെങ്കിൽ ഒന്ന് ട്രൈ എങ്കിലും ചെയ്യും. ഞാൻ കുറച്ച് നേരം എൻ്റെ ഫോണൊന്ന് മാറ്റി വെച്ച് നോക്കട്ടെ എന്താ സംഭവിക്കുക എന്നൊക്കെ അല്ലേ. പക്ഷെ ചിലർക്കുണ്ട് എത്ര ആയാലും ഈ ഫോണെന്ന് പറയുന്ന സാധനത്തിനെ ഒരു ജീവിതത്തിന് ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടാകും. അവർക്ക് ആ ഫോണെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഫോണിലും കൂടി നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാന്നൊക്കെ. ശരിയാണ്, ഈ പറയണ എനിക്ക് പോലും ചില ദിവസങ്ങളിൽ ഫോണൊന്നും എടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട് തോന്നാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഫോണെന്നത് നമ്മുടെ ഒരു ജീവിതമാക്കി മാറ്റാതെ ജസ്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഉപകരണമാണത്, അല്ലാതെ നമ്മുടെ ജീവിതം അല്ല നമ്മുടെ ഫോണെന്ന് പറയുന്നത്. ഒരുപാട് സമയം നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഫോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, ഈ ഫോൺ എടുത്ത് നമ്മളൊരു വീഡിയോ കണ്ടു, മറ്റൊരു വീഡിയോ കണ്ടു, നമ്മുടെ മണിക്കൂറുകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ ഫോൺ അത്ര പോപ്പുലർ അല്ലാത്തൊരു സമയത്ത് എല്ലാവർക്കും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് ആർക്കും തന്നെ സമയമില്ല. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ടാകും. പക്ഷേ അതല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, സമയം കൊടുക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. നമ്മുടെ സമയം, ഒരുപാട് സമയം നമ്മൾ ഈ ഫോണിൽ ചിലവഴിച്ചത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാൻ പറ്റുന്നില്ല. മറിച്ച് നമ്മൾ നമ്മുടെ സമയത്ത് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്താൽ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, രാവിലെ എഴുന്നേറ്റു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു, നിങ്ങളൊരു ഒരു ഉച്ച ടൈം, ഒരു ഫുഡ് ടൈം ഒക്കെ ആകുമ്പോൾ നിങ്ങളൊരു ഓക്കെയാണ്, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തോന്നും. ഇല്ല, നിങ്ങൾ ഒരുപാട് സമയം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് തന്ന് നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഫോണിൽ സ്ക്രോൾ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യായിരുന്നു, എൻ്റെ പണികളൊക്കെ വേഗം തീർക്കായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കായിരുന്നു നമ്മൾ ചിന്തിക്കും. ഇനി പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും, ഫോൺ അടുത്ത് വെക്കും, എന്നിട്ട് ബുക്സ് തുറന്ന് വെക്കും. ആ സമയത്തായിരിക്കും ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുക, ആ മെസ്സേജ് നമ്മൾ നോക്കും. പിന്നീട് നമ്മൾ വാട്സപ്പിൽ എല്ലാ മെസ്സേജസ് നോക്കും, പിന്നെ ഗ്രൂപ്പ് നോക്കും, പിന്നെ ഇൻസ്റ്റയിലേക്ക് മെല്ലെ ഒന്ന് പോകും, പിന്നെ അവിടെ സ്ക്രോൾ ചെയ്യും. അങ്ങനെ ലൈക്സ് എത്ര നോക്കും, ഷെയർ എത്രയാണെന്ന് നോക്കും. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യും. ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും, ഒരു തുണി ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ക്ലോക്ക് ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സമയം വെറുതെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുത്ത് നമ്മുടെ സമയം വെറുതെ ഇങ്ങനെ പോകും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. സമയം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ സമയം ശ്രദ്ധിക്കില്ല. നമ്മൾ സ്ക്രീനിൽ പരമാവധി സ്ക്രോൾ ചെയ്ത് കാണാനുള്ള വീഡിയോസ് എല്ലാം കാണും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഇരുന്ന് കാണും. നമ്മുടെ സമയം നമ്മൾ അവിടെ വെറുതെ വേസ്റ്റ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, സാധിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളാണ്. എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്